ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് എന്ന ടോപ്പിക്കിൽ കുറച്ചധികം പേർക്ക് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ക്ലാസ് റെപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് ഇതുവരെ നമ്മൾ ലൈവായിട്ട് എടുത്തിരുന്ന ടോപ്പിക്സ്, അത് ഫിനാൻഷ്യൽ സർവീസസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് ഒരു 62 ആണ്. 54 ആണ് മാക്സിമം ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾ ക്ലാസ്സിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രൈമർലി ഫോർ ദോസ് ഹു ആർ couldn't attend my live class. അപ്പോൾ ഇതിൻ്റെ ഒരു PPTയും ഓൾറെഡി ഒരു ടെക്സ്റ്റ് ബുക്കും ഞാൻ ക്ലാസ് റൂം വഴി ഷെയർ ചെയ്തിരുന്നു. അത് തന്നെ ഞാൻ ഈ ചാപ്റ്ററിൽ ബേസായിട്ട് എടുത്തുകൊണ്ടാണ് ലെക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രി ഹാസ് അണ്ടർഗോൺ എ മെറ്റമോർഫിസ് സിൻസ് 1990. 1990 എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിഫോംസ് പീരീഡാണ്. ബിക്കോസ് ഇന്ത്യൻ ഇക്കോണമി അഡോപ്റ്റഡ് ഗ്ലോബലൈസേഷൻ ഓർ ന്യൂ എക്കണോമിക് പോളിസീസ് NEP 1990. നമ്മളിത് പല ക്ലാസ്സുകളിലും നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. Before its emergence, the commercial banks and other financial institutions dominated the field, and they met the financial needs of the Indian industry. It was only after the economic liberalization that the financial service sector gained from prominence. അപ്പോൾ ഇത്തരം ഒരു റീസൺ ഈ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രീസിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എസെൻഷ്യൽ സെഗ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, യൂണിറ്റുകൾ എന്താണോ, ഫിനാൻഷ്യൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ആസ്പെക്ട്സ് എന്താണോ, അതിന് ടോട്ടലി നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഫണ്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഫോർ പ്രോഫിറ്റ് റൈസിങ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെയാണ് ഫിനാൻഷ്യൽ യൂണിറ്റ്സ് എന്ന് പറയാം. അവിടെ ഉപയോഗിക്കുന്ന സർവീസസിനെ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ എല്ലാം കൂടി നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സർവീസസ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് എ മോഡേൺ ഇക്കോണമി. The financial service sector is indispensable for the prosperity of the nation. So these are the common jargons or sentences used in describing a thing. Then, an academic point of view, we are going to learn what is financial services. In general, all types of activities which are of financial nature may be regarded as financial services. Listen, all type of activities which are of financial nature may be regarded as financial services. In a broad sense, the term financial services means mobilization and allocation of savings. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഫിനാൻഷ്യൽ സർവീസസിൽ നമുക്ക് അറിയാവുന്ന ഒരു ഡെഫിനേഷനാണിത്. എന്ന് വെച്ചാൽ നമ്മളുടെ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുക, അതിനെ അലോക്കേറ്റ് ചെയ്യുക ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. മെയിൻലി പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് നോട്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽ പർപ്പസ്, ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയില്ല. നമ്മൾ കുറച്ച് വൈഡായിട്ടാണ് ഈ ആസ്പെക്ട്സിനെ കാണുന്നത്. ഇറ്റ്സ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ, ദാറ്റ് ഈസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ സെക്ടർ, വെൽഫെയർ ആക്ടിവിറ്റീസ്. ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഫിനാൻഷ്യൽ സർവീസസിന് നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്ത് നമുക്കൊരു പേഴ്സ്പെക്റ്റീവിൽ പറയാൻ സാധിക്കുന്നത്. Thus, it includes all activities involved in the transformation of savings into invest. അതായത് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സേവിങ്സ് നമ്മുടെ ഏൻഷ്യൻ ടൈമിലാണെങ്കിൽ നമ്മളുടെ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പൂഴ്ത്തി വയ്ക്കുക, നമ്മുടെ വീട്ടിലെവിടെയെങ്കിലും വളരെ സുരക്ഷിതമായി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ പെട്ടികളിൽ, നമ്മുടെ അലമാരകളിൽ, അല്ലെങ്കിൽ ഒരുപാട് കാലം മുമ്പാണെങ്കിൽ അത് കലത്തിനകത്തൊക്കെ ഇട്ട് ഭൂമിൻ്റെ അടിയിൽ കുഴിച്ചിടുക എന്നൊക്കെ പറയും അല്ലേ. അതൊക്കെ നിധികളായിട്ട് പിന്നെ നമുക്ക് ട്രഷർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് രാജാക്കന്മാരും ഒക്കെ വെച്ചിരുന്നത്. അപ്പോൾ അത്തരം സേവിങ്സുകൾ നമ്മൾ വീടുകളിൽ തന്നെ ശേഖരിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്,
അത് നമ്മുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ജനറേഷന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ഇവിടെയെന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ അതർ ആക്ടിവിറ്റീസ്, ഫോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ നേഷൻ. അത് ഒരേ സമയം എൻ്റെ സേവിങ്സിന് കുറവൊന്നും സംഭവിക്കുന്നില്ല, പകരം എൻ്റെ സർവീസ് റൈസ് ചെയ്യപ്പെടുന്നു, ഹൈക്ക് ചെയ്യപ്പെടുന്നു ബിക്കോസ് ഓഫ് ദ റിട്ടേൺ I can expect from those development activities. Financial services refers to services provided by the finance industry. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സർവീസ് ഇപ്പം ട്രാൻസ്പോർട്ട് സർവീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം കൂടെ നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയും. ഓട്ടോ, ടാക്സി, ബസ്, ട്രെയിന്, അങ്ങനെ ഒരുപാട് അതിൻ്റെ എല്ലാ എലമെൻസോട് ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും, ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയും. അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് ചെയ്യുന്നതിൻ്റെ ഓൾ ടോട്ടലിനെ നമ്മൾ എന്താ പറയുക, ഫിനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയും. സോ യു ഹാവ് എക്സ്പെക്ട് എൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ഫിനാൻസ് ഇൻഡസ്ട്രി. വാട്ട് ക്യാൻ യു ഡിഫൈൻ എ ഫിനാൻസ് ഇൻഡസ്ട്രി? സോ ഇറ്റ്സ് എ സബ് ടോട്ടൽ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് യൂണിറ്റ്സ് ഇൻ ആൻ എക്കണോമിക് സിസ്റ്റം. ദാറ്റ്സ് സിമ്പിൾ. ആൻഡ് രണ്ട് എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അധ്യാപകന് വാല്യുവേഷനിൽ മനസ്സിലാവും. Then the finance industry consists of a broad range of organizations that deal with the management of money. These organizations include banks, credit card companies, insurance companies, consumer finance companies, stock brokers, investment funds, and government-sponsored enterprises. So, financial services may be defined as the product services. ഇത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഇത് നോട്ടീസ് ചെയ്തിരിക്കണം. ഇതിനെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ മറ്റൊരു പേര് നമുക്ക് പറയാം. ആ പേരാണ് ഫിനാൻഷ്യൽ സർവീസസിന് നമുക്ക് ഫിനാൻഷ്യൽ സർവീസസിനെ നമുക്ക് എന്ത് പറയാം, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന് പറയാം. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ് ആൻഡ് മേക്ക് ദം അവൈലബിൾ ടു ഓൾ ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറി ഫംഗ്ഷനാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നിൽ നിന്ന് ക്യാഷ് വാങ്ങി വേറൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, സോ ദേ ആർ ഡൂയിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ സ്റ്റേജിൽ നിന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന 3 ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയാണ്, ഫിനാൻസ് ഇൻഡസ്ട്രിയാണ്. ഫിനാൻസ് ഇൻഡസ്ട്രി, വാട്ട് യു മീൻ ബൈ ഫിനാൻസ് ഇൻഡസ്ട്രി? ആൻഡ് ദെൻ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് ആ ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന്, ഫസ്റ്റ് പേജിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ലെക്ചറിലേക്ക്, നിങ്ങളുടെ ലെക്ചർ ബുക്കിലേക്ക് എഴുതി വെക്കേണ്ടത്. എന്നിട്ട് അത് എക്സാം ആകുമ്പോൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്താൽ മതി. ഈ ഓഡിയോ തന്നെ എടുത്ത് നിങ്ങൾക്ക് റീവൈൻഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിനകത്ത് അടുത്ത ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഫങ്ഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഫിനാൻഷ്യൽ സർവീസസിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഇത് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ മൊബിലൈസിങ് സേവിങ്സ് ഉണ്ട്, അലോക്കേറ്റിംഗ് ക്യാപിറ്റൽ, മോണിറ്ററിങ് മാനേജേഴ്സ്, ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധം. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ച് രാജ്യം മുഴുവൻ ഉണ്ടാവും, രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ദെൻ മൊബിലൈസ് ചെയ്യുക സേവിങ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻ്റർമീഡിയേഷൻ മെയിൻ ഫങ്ഷൻ. അലോക്കേറ്റിംഗ് ക്യാപിറ്റൽ ഫണ്ട്സ്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട് എ ഡെറ്റ് ക്യാപിറ്റൽ. കടം കൊടുക്കുകയല്ല, ഓണർഷിപ്പ് ക്യാപിറ്റൽ രീതിയിലാണ് നമ്മൾ കൂടുതലും ഫിനാൻഷ്യൽ സർവീസിൽ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ മോണിറ്ററിങ് മാനേജേഴ്സിനെ മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ട അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ട്രാൻസ്ഫോമിങ് റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്തായിട്ട് മാറുന്നു, റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മളുടെ ബെനിഫിറ്റ്സ് ആക്കി മാറ്റുന്നു. ഈ 5 ഫങ്ഷൻസ് അത് ഒന്ന് ഓർക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അതിൻ്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, പിന്നെ ഉള്ളത്
പെരിഷബിലിറ്റി. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പം അബ്സെൻറ്റീസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇൻടാഞ്ചിബിലിറ്റി നമുക്കറിയാം, ഫിനാൻഷ്യൽ സർവീസിനെ എടുത്ത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനൊരു ഫിലിം കണ്ടു, അല്ലെങ്കിൽ ഒരു ജേണി, ഞാനൊരു കരിക്കോട് ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറി കൊല്ലത്ത് ഇറങ്ങി. അപ്പോൾ എനിക്ക് എത്ര രൂപയായി? 10 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. 10 രൂപ പേ ചെയ്തതിൻ്റെ പ്രൊഡക്റ്റ് എവിടെ? 10 രൂപ കൊടുത്ത് ഞാനൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ എൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റ് കിട്ടും, ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കിട്ടും. ബട്ട് ഇൻ കേസ് ഓഫ് സർവീസസ്, I enjoyed the benefits. What I am paying to the conductor. I had paid ₹10 to him, but I enjoyed my wish. ഞാനത് എൻ്റെ യൂട്ടിലിറ്റി നിറവേറ്റിയിട്ടുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഷോ എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആസ് ആൻ എവിഡൻസ് ഫോർ മൈ എൻജോയ്മെൻറ്റ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇൻടാഞ്ചിബിലിറ്റി ആണ് സർവീസസിൻ്റെ ഒരു ക്യാരക്ടർ. പക്ഷേ നമുക്ക് അതിനകത്തുനിന്ന് ടിക്കറ്റ് കാണിക്കാം, ദർ ഇസ് ആൻ എവിഡൻസ്. അപ്പോൾ മൂവി കണ്ട ടിക്കറ്റ് കാണിക്കാം. അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു, ബിരിയാണി കഴിച്ച് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കഴിക്കുകയാണെന്നുള്ള കാണിക്കാം. പക്ഷെ മറ്റൊരു എവിഡൻസ് കാണിക്കാൻ ബില്ല് കാണിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഈ സർവീസസിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻടാഞ്ചിബിലിറ്റി ആണ്. അതിന് നമുക്ക് എടുത്ത് കാണിക്കാം, മാസ്റ്റേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല. ദെൻ ഇൻസെപ്പറബിലിറ്റി, ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് അതർ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈസ് ആൻഡ് ദെയർ ഇസ് എ ടൈം ഗ്യാപ്പ്. പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് സപ്ലൈ ഒരു സമയത്തായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് സർവീസസ് ഇറ്റ്സ് റേസിംഗ് ആൻഡ് സപ്ലൈസ് ഇൻ സെയിം ടൈം. വളരെ ഷോർട്ട് ടൈമിനുള്ളിലാണ് നമ്മൾ സപ്ലൈ നടത്തുന്നത്. അതായത് പ്രൊഡക്ഷനും സപ്ലൈയും വളരെ ഇപ്പോൾ ബസ്സിൽ കയറുമ്പോൾ തുടങ്ങി അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി, സപ്ലൈയും തുടങ്ങി അല്ലേ. അപ്പോൾ അതാണ് ഇൻസെപ്പറബിലിറ്റി. ബസ്സിലോട്ട് കയറിയ ഉടനെ എൻ്റെ പ്രൊഡക്റ്റ് അവിടെ റേസ് ചെയ്തു, ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ആ ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാനത് സപ്ലൈ ചെയ്ത് തീർന്നു. ഇത്രയാണ് ആ ടൈം. അപ്പോൾ എനിക്ക് വേണ്ടി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് when I am stepping to the bus and completed when I am getting down the bus. അതാണ് ഇൻസെപ്പറബിലിറ്റി എന്ന മീനിങ്ങിൽ നമുക്ക് ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും. ദെൻ പെരിഷബിലിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ സർവീസസിൻ്റെ റിസ്ക് ഫാക്ടറും ഉള്ളൊരു ഏരിയയാണ് പെരിഷബിലിറ്റി. കാരണം നമ്മൾ ഇപ്പോൾ ഒരു 10 മുറിയുള്ളൊരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിരുന്നു. അതിൽ 5 റൂമിൽ ഇന്ന് ആൾ എൻഗേജ് ചെയ്തു. 5 റൂമിന് ഒരു ദിവസത്തെ റെൻറ്റ് വെച്ചിട്ട് 1000 വെച്ചിട്ട് എനിക്ക് 5000 രൂപ കിട്ടി. ബാക്കി 5 റൂം വേക്കൻ്റാണ്. അപ്പോൾ ആ വേക്കൻറ്റിന് 5000 രൂപ എനിക്ക് നഷ്ടമാണ്. അതാണ് പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അഗ്രികൾച്ചറിൽ പെരിഷബിൾ നേച്ചറുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ്, പിന്നെ എന്താണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷ്, അത്തരം സംഭവങ്ങളൊക്കെ പറയും. പക്ഷേ അതിനേക്കാൾ ഹൈലി പെരിഷബിൾ ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ അതർ ഇതിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനെങ്കിലും പറ്റും. പക്ഷേ പെരിഷബിലിറ്റി ഹൈ ആയിട്ടുള്ളത് സർവീസ് സെക്ടറിലാണ്. ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ്, ദേ ഹാവ് ടു സപ്ലൈഡ് വെൻ കസ്റ്റമേഴ്സ് നീഡ് ദം. ഇന്ന് 5 പേര് അതിനകത്ത് ഒക്കുപ്പൈ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒക്കുപ്പൈ ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് പെരിഷബിലിറ്റി സെൻസ്. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചോദിക്കണം കേട്ടോ. ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കണം, ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ചോദിക്കണം. വേരിയബിലിറ്റി മീൻസ് ഇൻ ഓർഡർ ടു cater a variety of financial and related needs. വളരെ വെറൈറ്റി ആയിട്ടുള്ള സർവീസസ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഇതൊരു ടൈലർ മെയ്ഡ് ആയിട്ട്, ഇവിടെ ആ സെൻറ്റൻസ് ഹൈലൈറ്റ്, ടൈലർ മെയ്ഡ് ടു ദ ദിസ് ഇസ് മീൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ഹാവ് ടു ബി ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. ദാറ്റ് മീൻസ് ടൈലർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്യൂട്ടായത് വേറൊരാൾക്ക് സ്യൂട്ട് ആവില്ല, ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ബോഡി ഫീച്ചേഴ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അതാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ് എന്ത് കേസിലുള്ളത്, ഫിനാൻഷ്യൽ സർവീസസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബസ് യാത്ര ചെയ്യുന്നത്, ഇപ്പോൾ ഓർഡിനറി ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൽ, ചിലരാണെങ്കിൽ AC ബസ്, സ്കാനിയ പോലുള്ള ബസ്സുകളിൽ മാത്രമേ യാത്ര ചെയ്യുന്നവരുണ്ട്, ടാക്സിയിൽ മാത്രം യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം വേരിയബിലിറ്റിയാണ്, ഹൈലി വേരിയബിൾ നേച്ചറാണ്. ദ ഡോമിനൻസ് ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു സർവീസ് സെക്ടറിൻ്റെ, ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല, ലേബർ ഇൻറ്റൻസീവ് സെക്ടറിലേക്കാണ് വരുന്നത്. കാരണം ഹ്യൂമൻ എലമെൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത്, ഡൊമിനൻസ് ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്. അപ്പോൾ ഇവിടേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് വരിക, ഹൗ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഹെൽപ് ദ അൺഎംപ്ലോയ്മെൻറ്റ്. അവിടെ ഈ പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് മാറണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടണം. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടാനുള്ള കാരണം വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇസ് ഡോമിനൻസ് ഓഫ് ഹ്യൂമൻ എലമെൻസ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമുക്ക് എംപ്ലോയ് ചെയ്യാനുള്ള സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയുണ്ട്,
ഫിനാൻഷ്യൽ സർവീസസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് രക്ഷപ്പെടുത്താൻ കഴിയും. ദെൻ ഇൻഫർമേഷൻ ബേസ്ഡ്, അത് ലൈവ് ഇൻഫർമേഷൻ കൂടുതൽ വേണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നോവേറ്റീവായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സും ഫങ്ഷൻസും ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫങ്ഷൻസ് 5 എണ്ണമാണുള്ളത്. ഈ സെക്കൻഡ് പേജിൽ 5 ഫങ്ഷൻസും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസിനെ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ക്യാരക്ടറിസ്റ്റിക്സിനെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോട്ട് ഇൻ യുവർ ലെക്ചർ ബുക്ക്. ദെൻ നമ്മൾ പോകുന്നത് ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എൻ എക്കോണമി? ഇറ്റ്സ് ഹെൽപ്പ് ദ എക്കോണമിക് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓഫ് സേവിങ്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന സമാഹരണം. ഒരു രാജ്യത്തിൻ്റെ തന്നെ നട്ടെല്ലെന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ പറയാം, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ എവിടെ നിന്നാണ് ക്യാഷ്? നമ്മുടെ ഐഡിയ ഒന്നും എല്ലാവരും ചോദിക്കുന്നത്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നിൻ്റെ ക്യാഷൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കോമൺ ലാംഗ്വേജ് വർത്തമാനം ചോദിക്കില്ല. അത് തന്നെയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടത് ക്യാപിറ്റലാണ്, മൂലധനമാണ്. അത് വെച്ചാൽ ഇക്വിറ്റി ക്യാപിറ്റൽ. അത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഹൈലി ബെനിഫിഷ്യൽ. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഒരുപാട് ബാധ്യതകളാവും അല്ലേ? നമ്മൾ വീട്ടിനകത്ത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിനുമായിട്ട് തന്നെയാണ്. നമ്മുടെ വീടിനകത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദാറ്റ്സ് എ റൈറ്റ് വേ ടു മെയിൻറ്റെയിൻ ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ നേഷൻ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു പിക്ചർ എടുത്ത് വെച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി. വലിയൊരു ഗ്ലോബൽ ഫ്രെയിമിലൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, നേരത്തെ പറഞ്ഞ പല ആസ്പെക്ട്സും ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. കോൺട്രിബ്യൂഷൻ ടു GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ആൻഡ് പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി ഈസ് ഹൈലി ലിക്വിഡ് ഇൻ നേച്ചർ. വളരെ എപ്പോഴും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന, ലിക്വിഡിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു മേഖലയാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ്. അനദർ ഇമ്പോർട്ടൻറ്റ് 4 മാർക്ക് എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇതൊരു വലിയ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്ബുക്കിലുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പ്രൊവിഷൻ ഓഫ് ഫണ്ട്, ഫാക്ടറിങ് ആൻഡ് ഫോർഫീറ്റിംഗ്, അങ്ങനെ പല ഹെഡിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ഫങ്ഷൻസ് ഒക്കെ പഠിക്കും. എങ്കിലും അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾ അത് നോക്കിയിരിക്കണം. നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് 5th സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് അസറ്റ് ബേസ്ഡ് സർവീസസ് ആണ്. എക്വിപ്മെൻറ്റ് ലീസിങ്, ലീസ് ഫിനാൻസ്. ലീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലീസ് ഫിനാൻസ് വരുമ്പോൾ നമ്മൾ അതിനെ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലേക്ക് വേണ്ട ഒരു പിക്ചർ എന്ന് പറയുന്നത്, നമ്മുടെ റോഡ് സൈഡിൽ 4 വീലർ 2 വീലർ ഷോപ്സുകളുടെ ഒരു മഷ്റൂം ഗ്രോത്തിങ് ആണ് നമ്മളെപ്പോഴും കാണുക. മഷ്റൂം ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് സ്റ്റിൽ അലൈവ്. പെട്ടെന്ന് പോവുകയാണെങ്കിലാണ് മഷ്റൂം ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാലും പെട്ടെന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പോലെയൊക്കെയുള്ള ഒരു മാജിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. So I would like to use mushroom growth in the for describing the characteristics of starting of that industry because of its quick arising nature. An equipment lease finance is an agreement under which a firm acquires a right to make use of capital as like machinery. ഇത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്യാപിറ്റൽ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് നമ്മുടെ ഒത്തിരി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ബിസിനസ് നടത്തി പോകാൻ കഴിയുള്ളൂ. സോ നോ വൺ ഈസ് ലൈക്ക് ടു സ്റ്റക്ക് അവർ എമൗണ്ട് ഇൻ എ ഫിക്സഡ് ക്യാപിറ്റൽ. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്സിലും ഒക്കെ ഫണ്ട് കെട്ടിക്കിടക്കുന്നത് വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ലീസ് അറേഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 80 ലക്ഷം 100 ലക്ഷം രൂപ 100 കോടി രൂപയൊക്കെ കൊടുത്ത് വാങ്ങേണ്ട ഒരു ലാൻഡ് ഞാൻ ലീസിന് എടുക്കുന്നു. അപ്പോൾ എനിക്ക് ആ 1 കോടി രൂപ ലാഭമായി ആകെ ചെയ്യേണ്ടത് എനിക്ക് മാസം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഒരു നല്ല എമൗണ്ട് വരും, 50,000 രൂപയോളം ഇൻട്രസ്റ്റ് വരും. ബട്ട് ഐ ആം ഫ്രീ ഫ്രം മേക്കിംഗ് എ 1 crore ആസ് മൈ ഫിക്സഡ് ക്യാപിറ്റൽ ഫ്രം മൈ ഫിക്സഡ് ക്യാപിറ്റൽ. അത്രയും രൂപ എനിക്ക് ലാഭമായിട്ട് കയ്യിലിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ലീസ് ഫിനാൻസിൻ്റെ എന്ന് പറയുന്നത്, ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഈ റെൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ടാക്സിനകത്തുനിന്ന് കുറയ്ക്കാം. അപ്പം ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ കഴിയുന്നതാണ്.
അപ്പോൾ രണ്ട് പർപ്പസ് കൊണ്ട് ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ഈസ് ലീസ് ഫിനാൻസിങ്. അപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്ത് രണ്ട് ടേം പഠിക്കാനുള്ളത് ലെസ്സി ആൻഡ് ലെസ്സർ എന്നാണ് പറയുന്നത്. ലീസ് റെൻ്റൽസ്, മൂന്ന് കാര്യം പറഞ്ഞു. ലീസ് റെൻ്റൽസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ലെസ്സി ടു ദ ലെസ്സർ അറ്റ് ഈച്ച് എമൗണ്ട്. EMI ആയിട്ട് നമ്മൾ എടുക്കുന്ന പൈസയാണ് ലീസ് റെൻ്റൽസ് എന്ന് പറയുന്നത്. ലീസ് റെൻ്റൽസ്. ദെൻ അത് രണ്ട് പാർട്ടീസിനെ നമുക്കിവിടെ പരിചയപ്പെടണം. ലീസിങ്ങിനകത്തുള്ള രണ്ട് പാർട്ടീസിൻ്റെ പേരാണ്. ഒന്ന് ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? the person which acquires the right is known as ലെസ്സി. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ 4-വീലർ ഷോപ്പ് TVS അല്ലെങ്കിൽ ഹ്യൂണ്ടായി, ഹോണ്ട, വോക്സ്വാഗൻ അതിനൊക്കെ പറഞ്ഞു. അപ്പോൾ വോക്സ്വാഗൻ അതാണ് ലെസ്സി. ആരാണോ റൈറ്റ് അക്യൂർ ചെയ്യുന്ന ആൾ, വെളിയിൽ നിന്ന് വന്ന് അവിടെ ഷോപ്പ് ഇട്ടിരിക്കുന്ന ആളാണ് ലെസ്സി എന്ന് പറയുന്നത്. ആൻഡ് ഓണർഷിപ്പ്, ഉടമസ്ഥനെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലീസിങ് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ലീസിങ് ഫിനാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലെസ്സറെ കാണുന്നേയില്ല. ഈസ് ഹൈഡ് ഇൻ പിക്ചർ, ഒളിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ലെസ്സർ ആരാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ആ ഷോപ്പ്, ആ ലാൻഡിനെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലെസ്സിയാണ്. അതിനകത്ത് ഒരു പേരുണ്ടാക്കി നമുക്കറിയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഈ മൂന്ന് ടേം ഓർത്തിരിക്കണം. ലീസ് റെൻ്റൽ, ലെസ്സി ആൻഡ് ലെസ്സർ. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഹയർ പർച്ചേസ് ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ വാട്ട്സ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ലീസ് ഫിനാൻസിങ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് അതൊരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ലീസിനകത്ത് ഒരിക്കലും ഓണർഷിപ്പ് ആർക്ക് പോകുന്നില്ല? ലെസ്സിക്ക് പോകുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് റിമെയിൻസ് വിത്ത് ദ ലെസ്സർ. ബട്ട് ഇൻ കേസ് ഓഫ് ഹയർ പർച്ചേസ് ഇത് മെക്കാനിസം, അതായത് ഇൻസ്റ്റാൾമെന്റ് ബേസ് ആണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. വലിയ എമൗണ്ട് ഉള്ള സാധനം ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കും. ഫസ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ പേഴ്സൺ ഫോർ അക്വയറിംഗ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് നോൺ ആസ് ഡൗൺ പേയ്മെന്റ്, ഇനിഷ്യൽ പേയ്മെന്റ്. അതൊരു ഗുഡ്സിന്റെ ഒരു 5% ഒക്കെയാണ്. ഡിപ്പെൻസ്, അത് കണ്ടീഷണലാണ്. ഓരോ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രീസിന്റെയും കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഗുഡ്സ് ദ പൊസഷൻ വിട്ടുകൊടുക്കുന്നു, നോട്ട് ദ ഓണർഷിപ്പ്. എന്നിട്ട് എല്ലാ മാസവും ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഒരു പേയ്മെന്റ് ഇവർ വാങ്ങുന്നുണ്ട്. ഹയർ പർച്ചേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുന്നുണ്ട്. അവസാനത്തെ പേയ്മെന്റ് കഴിയുമ്പോൾ ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ദ ഓണർഷിപ്പ് ഗെറ്റ്സ് ടു ദ ബയർ. അയാൾക്ക് വാങ്ങുന്നയാൾക്ക് ഓണർഷിപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലീസിങ് ആൻഡ് ഹയർ പർച്ചേസ് ഈസ് there is no chance to get the ownership of the goods to the lessee in case of lease finance, but in case of hire purchase it is possible. If the buyer not fails to pay any installment, the seller can transfer the ownership to the buyer. അതാണ് ഹയർ പർച്ചേസിനകത്തുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ അതിനകത്ത് ബയർ സെല്ലറുണ്ട്. അതിനകത്ത് രണ്ട് പ്രധാന പോയിന്റ് ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ hire purchase HP and leasing. Okay. Now bills discounting. Bills discounting is a very common topic. I think you have familiar with the accounting complications or accounting strategy of bills discounting. നമ്മൾ ബ്രാഞ്ചിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബില്ല്. Bills discounting is an attractive fund-based financial services provided by the finance companies. അതായത് നമ്മുടെ ബാങ്കറുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഡീലിംഗ് ആണ്, അല്ലെങ്കിൽ ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരാളുടെ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നു, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നു. ഐ കാൻ മേക്ക് ദ പേയ്മെൻറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബില്ല് എഴുതി കൊടുക്കുന്നു. ബിൽ ഈസ് ആൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്.
is an acceptable negotiable instrument as per the Negotiable Instrument Act 1888. അപ്പോൾ ഇത് എനിക്ക് സാധനം തന്ന ആളിന് ഞാനൊരു ഡോക്യുമെൻ്റ് എഴുതുന്നു. I promise to pay an amount of rupees 5 lakh or that amount after 3 months എന്നും പറഞ്ഞ് എഴുതി ഒരു സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ ഈ ഫോമിലായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഹി ഹാവ് ടു ഓപ്ഷൻസ്. ഒന്നിൽ അയാൾക്കത് ഹോൾഡ് ചെയ്യാം അപ് ടു ദ 3 months. എൻ്റെ അടുത്ത് 3 മാസം കഴിയുമ്പോൾ വന്നിട്ട് അതുമായിട്ട് വന്നിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് പോവാം. ഇതിനല്ല ബിൽസ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു നോർമൽ കേസാണ്. ഇത് ഫസ്റ്റ് ഫങ്ഷനാണ്. പക്ഷെ ഇതെന്ത് ചെയ്യുന്നു, ഇയാൾക്ക് ഈ ബിസിനസ്സുകാരന് ക്യാഷ് പ്രൊഡക്റ്റ് വിറ്റ ആളിന് ഈസ് നോട്ട് ഏബിൾ ടു ഹോൾഡ് ദ എമൗണ്ട് അപ് ടു 3 months. അപ്പോൾ എന്ത് ചെയ്യുന്നു, he approaches his banker and shows this document as a proof. എന്നിട്ട് എന്ത് പറയുന്നു, he have to make the amount discounted. അപ്പോൾ എന്ത് ചെയ്യും, അതിനകത്തൊരു 50,000 രൂപയുടെ എമൗണ്ട് ആണെങ്കിൽ ഒരു 47,500 47,500 റുപ്പീസ് അയാൾക്ക് കൊടുത്തിട്ട് ബില്ല് അവിടെ വാങ്ങിച്ചു വയ്ക്കും. ഈ 2,500 റുപ്പീസ് ഡിസ്കൗണ്ടഡ് ആസ് ദ ഇൻട്രസ്റ്റ് ഫോർ പ്രൊവൈഡിങ് ദ ലോൺ. ഇതൊരു ലോണാണ്. ബില്ല് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ബാങ്കർ അയാളുടെ ബാങ്കിൻ്റെ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു ലോണാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് വളരെ ബിസിനസ് വേൾഡിൽ വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഒരുപാട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, വളരെ സപ്ലയറുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഐഡിയാസ് മാത്രം പോരല്ലോ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സം മണി. അപ്പോൾ മണി തന്ന് സഹായിക്കും, ക്യാപിറ്റൽ തന്ന് സഹായിക്കും. അതായത് ഒരു ഓണറായിട്ട് ഒരു ഫാദർലി അഫെക്ഷനോടുകൂടി ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് നമ്മുടെ കൂടെ നിന്നിട്ട് നോർമലി ഇവരൊരു പ്രൊമോട്ടേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇവരെന്ത് ചെയ്യുന്നു, ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നു, ടേക്ക് ഓൾ ദ നെസസറി സ്റ്റെപ്പ് ടു പുട്ട് അവർ ഐഡിയ ഇൻ ടു കംപ്ലീറ്റ് സക്സസ്. ദെൻ ഹി വിഡ്രോ ഫ്രം ദ ഫ്യൂച്ചർ ആഫ്റ്റർ അറ്റൈനിങ് അവർ ബിസിനസ് ഇൻ എ മെച്യൂരിറ്റി ലെവൽ. 5 വർഷം കൊണ്ട്, ഒരു നോർമൽ വർഷത്തിനുള്ളിൽ നമ്മുടെ ബിസിനസ് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഫിനാൻഷ്യൽ കണ്ടീഷനിലേക്കും മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസിലേക്കും പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവരുടനെ തന്നെ അവരുടെ അത്രയും നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ടും റീസണബിൾ ആയിട്ടുള്ള റിട്ടേണും വാങ്ങിക്കൊണ്ട് ദേ ആർ മൂവ് ഫ്രം ദ പിക്ചർ. അതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു ക്യാപിറ്റൽ വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഫിനാൻസിങ് ദ ന്യൂ ബിസിനസ് വെഞ്ചേഴ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ലെൻഡിങ് ഫിനാൻസ് ടു ദ ഗ്രോയിങ് കമ്പനീസ്. അപ്പോൾ ഇതിന് ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ബട്ട് ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് ക്യാപിറ്റൽ ഫണ്ടിങ് പ്രോസസ്. ദെൻ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഒറിജിനാണ്. അതായത് നേരത്തെ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് ഫിനാൻഷ്യൽ സോഴ്സ് ആയിട്ടോ ഫിനാൻഷ്യൽ പ്രൊവൈഡിങ് സർവീസസ് ആയിട്ടോ ഒന്നും കണ്ടിരുന്നില്ല. പിന്നെയാണ് നമ്മുടെ ജനങ്ങൾക്ക് വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ജീവിതത്തിലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡിവിജ്വലിനാണ്. നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിസിനസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിനകത്തോട്ട് ഫിനാൻസിങ് കൊമേഴ്ഷ്യൽ പർപ്പസിൽ വന്നിട്ടുണ്ട്. കാരണം ഫ്ലാറ്റൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വില്ല അതുപോലുള്ള സംഭവങ്ങൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസാണ്. ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് കോർപ്പറേറ്റ് സെൻസ്. മെയിൻലി കോർപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെൻസിലാണ് ഫോക്കസ് ചെയ്തിരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടത്. അപ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്കാണ് ഇതിൻ്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. RBIയുടെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റിട്ടേൺ എന്ന് പറയുന്നത് ഈ മറ്റ് സംഭവം എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് അതിൽ നിന്നാണ് റിട്ടേൺ. പക്ഷെ ഒരു വീടിൽ നിന്ന് ഒരിക്കലും റിട്ടേൺ കിട്ടുന്നില്ല. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ കേസ് ഓഫ് എ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഫ്ലാറ്റ് അതുപോലെയുള്ള ആണെങ്കിൽ ഓക്കെ, റെൻറ്റഡ് ഹോംസ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളൊരു ഇൻഡിവിജ്വൽ വീട് വെക്കുകയാണെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് അയാൾക്ക് ഇൻകം റേസ് ചെയ്യുന്നില്ല. ബട്ട് ദ റിട്ടേൺ ഈസ് ഓൺലി ഫ്രം ദ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ഹയർ ദ എമൗണ്ട്. അതാണ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രത്യേകത. ദെൻ ഇൻഷുറൻസ് സർവീസസിനകത്ത് നമുക്ക് പറയാനുള്ളത്
ഇൻഷുറൻസ് ആക്ടിവിറ്റീസ് നമുക്ക് വളരെ കൂടുതൽ അറിയാവുന്നതാണ്. റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൽ 2 പേരുണ്ട്, ഇൻഷ്വേർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷ്വേർഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാനാണ് പോളിസി എടുക്കുന്നെങ്കിൽ ഐ ആം ദ ഇൻഷ്വേർഡ്. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ആ 2 ടേം തിരിഞ്ഞു പോകരുത്, അത് ഓർത്തിരുന്നോണം. ദാറ്റ്സ് അബൌട്ട് ഇൻഷുറൻസ് ബിസിനസ്. ദെൻ നോൺ ഫണ്ട് ഫിനാൻഷ്യൽ സർവീസസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മെർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, കസ്റ്റോഡിയൽ സർവീസ്, ലോൺ സിൻഡിക്കേഷൻ, ദെൻ വൺ ഈസ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും ഇതെല്ലാം ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. മെർച്ചന്റ് ബാങ്കിങ് ഒരു അംബ്രല്ല ബ്രാൻഡാണ്. ഇതിനകത്ത് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർമീഡിയറി ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ ഫണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മെർച്ചന്റ് ബാങ്കിങ്. ദെൻ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സർവീസാണ്, നോൺ ഫീ. ഇത് ശ്രദ്ധിച്ചുകൊണ്ടത് ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അസറ്റ് ബേസ്ഡ് ആണ്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഇവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ദേ ആർ ജസ്റ്റ് അഡ്വൈസിങ് സമ്മൺ ഫോർ ഗെറ്റിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ഉപയോഗിക്കണം, ഫണ്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, നീ അതെങ്ങനെ ഉപയോഗിക്കണം. ഈ 3 കാര്യങ്ങളിൽ അഡ്വൈസസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ആരിൽ നിന്ന് വാങ്ങണം, അപ്പം അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, നമുക്ക് എത്രത്തോളം ക്രെഡിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഫണ്ട് ലഭിക്കും. ആവശ്യമില്ലാതെ എല്ലാ ലോൺസ് എല്ലാം കയറി എടുത്തിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ഇൽ സ്ട്രക്ചറിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കില്ല. അത് മാറ്റിത്തരാം. അപ്പോൾ എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള അഡ്വൈസ് തരുന്ന സ്ഥാപനങ്ങളാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ദെൻ സ്റ്റോക്ക് ബ്രോക്കിംഗ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളെങ്കിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന പിന്നെ കമ്പനി ലോസ്, അത് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് കമ്പനി രജിസ്ട്രേഷൻ അനുസരിച്ച് കുറച്ചധികം പ്രൊവിഷൻസ് ഉണ്ട്. അതിനെയൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന അതിനുവേണ്ട അസിസ്റ്റൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. ആസ് എ മെമ്പർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹി വിൽ ഹാവ് ടു ഒബേ ഇറ്റ്സ് റൂൾ റെഗുലേഷൻ. അത് നമുക്കറിയാത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാവുന്ന ഒരു സ്ഥാപനം, അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യും ഫോർ ഡൂയിങ് ആക്ടിവിറ്റീസ് ഇൻ എ ഫിനാൻഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Then custodian services. Custodian services, they are remains as the custodian of financial and other products. നമ്മുടെ സ്ഥാപനങ്ങളിലെ വിലപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഒരു സൂക്ഷിപ്പുകാരനായിട്ട്. Even in case of there is an arrangement and agreement between custodian and real owners of securities or properties to act as a custodians of those who hand over it. So that's a custodian service. And loan syndication another important. അപ്പം ഇൻഡിവിജ്വലിന് ലോൺ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ഇൻ കേസ് ഓഫ് ലാർജ് കോർപ്പറേഷൻ, മൾട്ടിനാഷണൽ കമ്പനീസിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഹ്യൂജ് എമൗണ്ട് ആണ്. ഇപ്പോൾ 9,000 കോഴ്സ് ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ നീരവ് മോദിയുടെ കേസിൽ 9,000 കോഴ്സാണ് അയാൾ ചീറ്റ് ചെയ്യപ്പെട്ടത്, നമുക്ക് റീപേയ്മെൻറ്റ് നടത്താതിരുന്നത് അല്ലേ. അപ്പോൾ അത്തരം കേസിൽ ഒരു 9,000 കോഴ്സൊക്കെ അവരുടെ നമുക്ക് ഓരോ ബാങ്കിനും ഒരു ക്യാപിറ്റൽ കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ കോർപ്പസ് എന്ന് പറയാം. അപ്പോൾ അതിൽ കൂടുതലൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഇതിൽ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് സിൻഡിക്കേഷനാണ്. പല ബാങ്കുകളുമായിട്ട് ചേർന്ന് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ട്, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തിട്ട് ദേ വിൽ പ്രൊവൈഡ് ദ ലോൺ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കൂടെ റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്, വൈഡ്ലി യൂസിങ് മെക്കാനിസം. ദെൻ ലാസ്റ്റ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുവെക്കുന്ന ഡോക്യുമെൻറ്റ്സ്, പ്രമാണം അല്ലെങ്കിൽ ഗോൾഡ്, അതർ സെക്യൂരിറ്റീസ്, ഇതെല്ലാം ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലോൺ അസറ്റ്സ് എന്ന് പറയും. എന്താ പറയുക, ലോൺ അസറ്റ്സ് എന്ന് പറയും. ഇത് നോട്ട് ട്രേഡബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ. നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ബാങ്കിന് വിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ തിരിച്ച് ക്യാഷും കൊണ്ട് വരുമ്പോൾ അവസാനം നമുക്ക് തിരിച്ചു തരണം. അപ്പോൾ ഈ സെക്യൂരിറ്റീസിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു ഫോമിലേക്ക് അതിൻ്റെ വാല്യൂ കൺവേർട്ട് ചെയ്ത് സെക്യൂരിറ്റീസ് ആയിട്ട് മാറ്റിക്കൊണ്ട് ട്രേഡ് ചെയ്ത് ഇൻകം റൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇല്ലിക്വിഡ് അസറ്റ് ഇൻറ്റു സെക്യൂരിറ്റി വിച്ച് മേ ബി ട്രേഡഡ് ലേറ്റർ ഇൻ ദ ഓപ്പണിംഗ് മാർക്കറ്റ്. സെക്യൂരിറ്റൈസേഷൻ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇല്ലിക്വിഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ പോയിന്റ്.
ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സെക്യൂരിറ്റൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഓർത്തിരിക്കണം. അപ്പോൾ 6 കാര്യങ്ങളാണ് ഫീ ബേസ്ഡ് ഫണ്ട് സർവീസ് ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മൾ പറഞ്ഞത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫിനാൻഷ്യൽ സർവീസസ് സെക്ടർ. ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ടായാലും നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ലാക്ക് ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ, വ്യക്തമായിട്ട് ധാരണയുള്ള വ്യക്തികൾ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസസ്, ഇഫ് ഇറ്റ് ഈസ് ഇൻ വെദർ ഇറ്റ് ഈസ് ഇൻ asset based or fund based, you have to expertise your skills and find a job in as a qualified personnel in a financial service sector. Then lack of investor awareness about the various financial. Second is other part. Financial service sector occupy idannu കാര്യമില്ല. The investor, just like common man, would know about the financial services provided by the financial service market, and they have to maintain a trust. വിശ്വാസം കൂടി ഉണ്ടാവണം. ഇവിടെ നമ്മൾ ഈ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ സേഫ് ആവും. അതായത് ഇത് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ്. സാമ്പത്തികമായ ഫിനാൻഷ്യൽ ലിറ്ററസി, നമ്മൾ സാധാരണ ലിറ്ററസിയിൽ എഴുത്തും വായനയും കാര്യത്തിൽ നമ്മൾ 90% ഒക്കെ അറ്റൈൻ ചെയ്തെങ്കിലും ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ നോട്ട് മച്ച് ഇംപ്രൂവ്ഡ്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ദ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് പ്രാക്ടിക്കൽസ് ഫോളോ റിലേറ്റിംഗ് ടു ഫിനാൻഷ്യൽ സർവീസസ്. ട്രാൻസ്പെറൻസി ഇല്ല, സുതാര്യത ഇല്ലാതെയാണ്. അതായത് ട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കാര്യം. നമുക്കിപ്പോഴും വളരെ വേഗ ഒരു ഐഡിയ ആണ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ളത്. ഈസ് ദേ ജെനുവിൻ, ഈസ് ദേ സപ്പോർട്ട് അവർ അൺബയാസ്ഡ്ലി, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. മീൻസ് ഇൻവെസ്റ്റർ കനോട്ട് ബി റിലയബിൾ ഓൺ ദാറ്റ്. ദെൻ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സർവീസസ്. നമ്മൾ ഇത്രയും ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറി എക്സ്പെർട്ടൈസ് ചെയ്യുന്നതിന് പകരം ഓരോന്നിലും എക്സ്പെർട്ടൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഫാക്ട്. പക്ഷേ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രോഡക്റ്റുകളും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ടൈസേഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ലോസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ദെൻ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഡേറ്റ ടു ടേക്ക് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് റിലേറ്റഡ് ഡിസിഷൻസ്. അപ്പോൾ ഇതുമായിട്ടുള്ള ഡേറ്റ ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ദ ലാക്ക് ഓഫ് എഫിഷ്യൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ദ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ. അവരുടെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റിന് സഹായിക്കാൻ കഴിയാതിരിക്കുക, പോസിബിൾ ആവാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്. ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അസറ്റ് ബേസ്ഡ് ഫങ്ഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ അസറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്ന് അറ്റ് എ ഗ്ലാൻസ് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ദ ചലഞ്ചസ്. അപ്പോൾ ഈ വളരെ വളരെ എന്താ പറയുക, കട്ട് ഷോർട്ട് ചെയ്തൊരു നോട്ടാണ് ഞാൻ അയച്ചു തന്നിട്ടുള്ളത്. ഇത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതർ ഡിസ്കഷൻ വേണമെങ്കിലാവാം. അതുപോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ ഇത്രയാണ് പറയുന്നതെങ്കിലും ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം പറയുന്നുണ്ട്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ. അത് നമുക്ക് ഞാനൊരു ടെസ്റ്റ് പേപ്പറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും കൂടി അതിനകത്തോട്ട് വന്നിട്ട് നടത്താമെന്ന് പറഞ്ഞാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത്. സോ both those who are attended the session and those who are not attended the session make useful this video clip and understand what is the introduction of financial services in India. Thank you. I am signing, Sulfia Samad.